ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ വഴുതനങ്ങ തൈര് കൂട്ടാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ കുറച്ച് വഴുതനങ്ങ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 150 ഗ്രാം വഴുതനങ്ങ അപ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അരപ്പ് പുരട്ടി വെക്കണം. അപ്പോൾ ഇത് സൈഡിലോട്ടൊന്ന് നീക്കി കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ വടിച്ചെടുത്തേക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം, 1/4 ടീസ്പൂണൊക്കെ. ഇതിനോട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരുപാടല്ല. ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ വഴുതനങ്ങയിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നേരം ഒന്ന് വെക്കാം. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഈ വഴുതനങ്ങ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ട് ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ വഴുതനങ്ങ എന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറി വരും. അത് ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടി ഞാൻ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോഴും അത്യാവശ്യം കട്ടത്തൈര് വേണം എടുക്കാൻ. ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം എടുക്കാൻ. ഓവറായിട്ട് പുളിക്കുന്നത് എടുക്കരുത്, അതുപോലെ ഒട്ടും പുളിയില്ലാത്തതും എടുക്കരുത്. 250 ml കപ്പിൽ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 500 ml തൈര്. ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കാം. ഞാനിപ്പം 1/2 ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൈരിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് കനം കുറച്ച് വട്ടത്തിലെരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഇടാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി വറ്റൽമുളകും കടുകും കൂടെ കടുക് വറുത്തതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അത് 2 വറ്റൽമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്കിത് കടുക് വറുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ കടുക് വറുത്ത് ചൂടോടെ ഒഴിക്കരുത്, ആറി കഴിഞ്ഞിട്ട് ഈ തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇത് ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെ, ഇപ്പോൾ ഈ വഴുതനങ്ങ ഞാനിങ്ങനെ ചരിച്ച് വെച്ചേക്കുമായിരുന്നു. ഇത്രയും വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വടിച്ചെടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിട്ട് കൊടുക്കുക. ഫ്ലെയിം തീരെ കുറയ്ക്കണ്ട, ഹൈ ഫ്ലെയിമിൽ നിന്ന് ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം വെച്ചത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാക്കി എടുക്കണം മറ്റേ സൈഡ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുക്കാം. എന്നിട്ട് എണ്ണ പോകാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോയിട്ട് ചൂടൊക്കെ കുറച്ചൊന്ന് മാറണം. ചെറിയൊരു ചൂടൊക്കെ ഇരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് വറുത്തത് ആറിയിട്ടുണ്ട്. നമുക്കിത് തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചൂടേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആറിയിട്ടുണ്ട്. ഇനി ഇത് തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൂട്ടാണിത്. പിന്നെ ഇതിലോട്ട് ശകലം മല്ലിയില അരിഞ്ഞതും കൂടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൂട്ടാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.